അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ നിന്ന് കൃത്രിമ മഴ പെയ്യിക്കും. വിമാനം കാൺപൂരിൽ നിന്നെത്തിയതായി ഉടൻ ക്ലൗഡ് സീഡിംഗ് നടത്തുമെന്നും ഡൽഹി പരിസ്ഥിതി മന്ത്രി മഞ്ജീന്ദർ സിംഗ് പറഞ്ഞു. അജീഷ് ജയകുമാർ വിവരങ്ങൾ മറ്റു. അജീഷ്, ഗുഡ് മോർണിംഗ്. അവിടുത്തെ ഈ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എല്ലാ സീമകളും ലംഘിച്ച് മനുഷ്യരുടെ ശ്വാസകോശത്തിന് വലിയ തോതിൽ ഹാനികരമാവുന്ന രീതിയിൽ ഉയരുകയാണ്. അപ്പോൾ ക്ലൗഡ് സീഡിംഗ് നടത്തി നോക്കുകയാണല്ലേ? അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ അതിന്റെ ഒരു ട്രയൽ നടന്നിരുന്നു. അതിന്റെ രണ്ടാം ഘട്ട ട്രയലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ വിമാനം IIT കാൺപൂരിൽ നിന്നാണ് വരേണ്ടത്. അവിടെ ഇപ്പോൾ കാഴ്ചാ പരിധി അത് 2000 മീറ്റർ മാത്രമാണ്. അത് 5000 മീറ്റർ ആയി കഴിഞ്ഞാൽ വിമാനം ഡൽഹിയിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ഡൽഹിയിലെ അന്തരീക്ഷത്തിന് മുകളിലുള്ള മഴമേഘങ്ങളിൽ ഈ ക്ലൗഡ് സീഡിംഗ് പരീക്ഷണം നടത്തുക. ഏതാണ്ട് അരമണിക്കൂർ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി വേണ്ടിവരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതിനുശേഷം മഴ പെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അറിയിപ്പ് അനുസരിച്ച് 28, അതായത് ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസങ്ങളിൽ ഡൽഹിയിൽ മഴ മേഘങ്ങളുടെ സാന്നിധ്യമുണ്ട്. നേരത്തെ ഈ പരീക്ഷണം നടത്താത്തത് എന്നത് വലിയ വിമർശനം ഉയർന്നപ്പോൾ ഡൽഹിയിലെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞത് ഡൽഹിയിലെയും ഈ മഴമേഘങ്ങളുടെ സാന്നിധ്യ കുറവ് കാരണമാണ്. എന്തായാലും ഈ മലിനീകരണത്തിന് ഇതുവരെയ്ക്കും ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെയും പോലെ തന്നെ 300-ന് മുകളിൽ തന്നെയാണ് AQI ഇപ്പോഴും ഉള്ളത്. 305 സെൻട്രൽ ഡൽഹിയിൽ. പല സ്ഥലങ്ങളിലും 300-ന് മുകളിൽ തന്നെയാണ് AQI ഉള്ളത്. അതായത് ഗുരുതരമായ നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഡൽഹിയിലെ വായു മലിനീകരണം നിലവിലുള്ളത്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണാൻ, ഒരു താൽക്കാലിക പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് 3 കോടി രൂപ ചെലവഴിച്ച് ഡൽഹി സർക്കാർ ഇപ്പോൾ ഈ കൃത്രിമ മഴ പരീക്ഷണം നടത്തുന്നു. എന്തായാലും ക്ലൗഡ് സീഡിംഗ് നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിന് ഫലമുണ്ടായോ എന്നുള്ളത് അറിയാൻ സാധിക്കൂ. എന്തായാലും ഡൽഹി കാത്തിരിക്കുകയാണ് ആ ക്ലൗഡ് സീഡിങ്ങിനായി. അത്ര വലിയ മലിനീകരണമാണ് ഇപ്പോൾ ഡൽഹിയിലുള്ളത്. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഈ തണുപ്പെടുക്കുന്ന കാലത്തും ഒക്കെ ഡൽഹി നിവാസികൾ അനുഭവിക്കുന്ന ഒന്നാണ്. ഈ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ ഇതിനി ഇടയ്ക്ക് പരീക്ഷിക്കാനാകുമോ എന്നുള്ളതും നോക്കാം. ഓക്കെ, എന്തായാലും ക്ലൗഡ് സീഡിംഗ് നോക്കുകയാണ്. ഈ പറയുന്ന പോലെ അതിഭീകരമാണ് അവിടുത്തെ മലിനീകരണം. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ആലോചന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.